നിങ്ങൾ പറഞ്ഞ സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുന്ന ശബരിമലയിലെ തട്ടിപ്പ് അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായി പ്രചരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായൊരു പ്രതീതി പരത്താനുമുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തത വന്നു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ശബരിമലയിലെ തട്ടിപ്പിന് വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് കോൺഗ്രസ്സാണ്. അതിൻ്റെ വലിയ നേതാക്കന്മാരാണ്. ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പക്ഷേ ദിവസം കഴിയുന്തോറും ശബരിമലയിലെ തട്ടിപ്പിന് കൂടുതൽ വ്യക്തത വരികയും പ്രതിസ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ വരികയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ഇതാ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം പുരോഗമിക്കുന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ ഏതാണ്ട് കല്യാശ്ശേരി പഞ്ചായത്തിലെ ചിറക്കുറ്റി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗൃഹസന്ദർശനം. അദ്ദേഹം നിലവിലെത്തിയിട്ടുണ്ട്. ഗൃഹസന്ദർശനത്തിലേക്ക് കടക്കുകയാണല്ലേ CPM? അതെ, ഇത് ആദ്യമായി നടക്കുന്നൊരു പരിപാടിയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്നും പഠിക്കുക, ജനങ്ങളെ കേൾക്കുക, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, അത് ഒരു പുതുമയുള്ള കാര്യമേ അല്ല. അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെ ഭവന സന്ദർശന പരിപാടികൾ CPM നടത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കാനും മറ്റുമാണ് രാഷ്ട്രീയ പാർട്ടികൾ വീടുകൾ സന്ദർശിക്കാറുള്ളത്. എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധവും ഭവന സന്ദർശനവും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കാര്യമോ വോട്ട് ചോദിക്കലോ മാത്രമല്ല, അതൊരു നിരന്തരമായി CPIM അനുവർത്തിച്ച് വരുന്ന ഒരു പാർട്ടി രീതിയാണ്, പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങളെ കാണുന്നു, വീടുകൾ സന്ദർശിക്കുന്നു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അതാണ് നമ്മൾ ഈ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടത്. ഇനി അതിനെ മറികടക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ ഗൃഹസന്ദർശനത്തിന് പുറകിലുണ്ടോ? അത് ചുരുക്കി കാണലാണ്. അങ്ങനെയല്ല ഞങ്ങളതിനെ കാണുന്നത്. ഇപ്പോൾ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ശരിയായി വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ചരിത്ര വിജയം എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല, നമ്മുടെ ആശുപത്രികൾ മെച്ചപ്പെട്ടു, പള്ളിക്കൂടങ്ങൾ ലോക നിലവാരത്തിലായി, ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ പുറകിലാക്കി, വൻകിട വികസന പദ്ധതികൾ, ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും KFOണും വിഴിഞ്ഞം പോർട്ടും, ഇങ്ങനെ എന്നു വേണ്ട 4.25 ലക്ഷം വീടില്ലാത്ത മനുഷ്യർക്ക് കേരളത്തിൽ വീട് കിട്ടി. ഒരു 20 ലക്ഷത്തോളം മനുഷ്യർ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി അവർക്ക്. ഇതൊക്കെ ഈ കാലത്ത് വന്ന മാറ്റമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്താൽ ഇടതുപക്ഷം കേരളത്തിൽ ഏറ്റവും ശക്തമായി മുൻപോട്ട് പോകണമെന്ന നിഗമനത്തിലേ എത്തൂ. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും വികസന കാര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളും ചർച്ച ചെയ്യാതിരിക്കാൻ തൽപര ശക്തികൾ ശ്രമിക്കും. ചില മാധ്യമങ്ങൾ അതിനെ സഹായിക്കും. അപ്പോൾ ഞങ്ങളുടെ എതിർക്കുന്നവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്. അത് കുറേയൊക്കെ അവർക്ക് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യപ്പെടണം എന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും, അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യും. ഇപ്പം എങ്ങനെ ഇതിൻ്റെ ഒരു രീതി എന്നുള്ളതൊന്ന് ചോദിക്കുകയാണ്. അതായത് വീട്ടിലേക്ക് കയറി അവരോട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ പറയുക, അത് തന്നെയാണോ അതിൻ്റെ ഒരു രീതി? ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് അത്രയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഇവിടെ ഉള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഈ വീടുകളെല്ലാം സുപരിചിതമാണ്. ഞങ്ങൾ വീടുകൾ ചെല്ലുന്നു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നതും പ്രധാനമാണ്. അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൂടി ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക. അല്ല, ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരാണ്, CPIM ബാധ്യസ്ഥരാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുന്ന ശബരിമലയിലെ തട്ടിപ്പ് അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായി പ്രചരിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായൊരു പ്രതീതി പരത്താനുമുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തത വന്നു തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും അന്വേഷണം പുരോഗമിക്കുമ്പോൾ ശബരിമലയിലെ തട്ടിപ്പിന് വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത് കോൺഗ്രസ്സാണ്. അതിൻ്റെ വലിയ നേതാക്കന്മാരാണ്. ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല. പക്ഷേ ദിവസം കഴിയുന്തോറും ശബരിമലയിലെ തട്ടിപ്പിന് കൂടുതൽ വ്യക്തത വരികയും പ്രതിസ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ വരികയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അന്നും ഇന്നും CPIM പറഞ്ഞിട്ടുള്ള കാര്യം, നിയമാനുസൃതം അന്വേഷണം നടക്കണം, കുറ്റമറ്റ അന്വേഷണം നടക്കണം, തെറ്റ് ചെയ്തവരെല്ലാം നിയമാനുസൃത നടപടികൾക്ക് വിധേയരാകണം, ഒരാളെയും രക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതേ നിലപാടാണ്. ആ നിലപാടാണ് ഇപ്പോൾ ശരി എന്ന് തെളിയിക്കപ്പെടുന്നത്.
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി തെറ്റായ പ്രതീതി സൃഷ്ടിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അവർക്ക് ശബരിമലയെന്നും മിണ്ടാൻ കഴിയാത്ത സ്ഥിതി വരും. അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥിതി വരും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.